Okay, so welcome back to Online's Academy. So next നമ്മൾ ഇന്ന് 27th August 2024 ഹിന്ദു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അറ്റ്ലീസ്റ്റ് 38 killed in 3 militant strikes in ബലൂചിസ്ഥാൻ പ്രൊവിൻസ്. അപ്പം ഈ ആർട്ടിക്കിൾസിൽ നമ്മൾ ഒരു ഇന്റേണൽ സ്ട്രൈക്ക് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊവിൻസ്, സോ ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യ ചൈന ഇന്ത്യ അഫ്ഗാൻ റിലേഷനിലൊക്കെ എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ് ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ഇന്ത്യൻ പ്രദേശമായിരുന്നു, പിന്നീട് അത് പാകിസ്ഥാനിന് സീസ് ചെയ്ത് കൊടുത്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പം ആ ഒരു ഏരിയനെ പറ്റി, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്റോറിക്കലി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ. സോ ആ ഏരിയനെ പറ്റി മാത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇന്നത്തെ എഡിറ്റോറിയൽ ഡീറ്റെയിൽ ആയിട്ട് ബലൂചിസ്ഥാനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ amid rising statehood demands, Shah announces 5 new districts for Ladakh. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ 317 എടുത്ത് മാറ്റിയതിനു ശേഷം ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഓട്ടോണമസ് അധികാര പരിധി എടുത്ത് മാറ്റിയതിനു ശേഷം അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 2019 ആയിരുന്നു ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തത്. സോ അതിനുശേഷം റീസെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥ രീതിയിലുള്ള ഇലക്ഷൻ നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു 5 പുതിയ ഡിസ്ട്രിക്ട്സിനെ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് സൻസ്കർ, ഡ്രാസ്, ശ്യാം, നുബ്ര ആൻഡ് ചങ്താങ് എന്ന് പറഞ്ഞിട്ടുള്ള 5 പുതിയ ഡിസ്ട്രിക്ട്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ എന്തിനാണ് ഈ ഡിസ്ട്രിക്ട്സുകൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേണൻസ് ഈസിനെസിന് വേണ്ടിയിട്ടാണെന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഫർദർ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ചെറിയ ചെറിയ കൗൺസിലുകളായിട്ടാണ് ഭരണം ചെയ്യുന്ന സമയത്താണ് ഗവേണൻസ് കുറച്ചുകൂടി ഈസിയായി മാറുന്നത്. ഓക്കെ, അതിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾസിൽ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് റേപ്പ് ത്രെറ്റ് അഗെയിൻസ്റ്റ് മൈനർ, റൈറ്റ്സ് ബോഡി ടേക്ക് സുവോമോട്ടോ കേസ്. അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി സുവോമോട്ടോ കേസ് എന്താണെന്നുള്ള കാര്യങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് സുവോമോട്ടോ കേസ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ദാറ്റ് മീൻസ് സ്വമേധയാ കേസ് എടുത്തു എന്നൊക്കെ പറയുന്നില്ല, കോർട്ട് സ്വമേധയാ കേസ് എടുത്തു. സോ അതാണ് സുവോമോട്ടോ എന്നുള്ളത്. സോ ഇവിടെ ആരാണ് കേസ് എടുത്തിട്ടുള്ളത്? ഇവിടെ നിലവിൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, സോ അതാണ് നിലവിൽ സുവോമോട്ടോ കേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ട് വന്ന് ലാർജിക്കാർ ഹോസ്പിറ്റൽസിൽ നടന്നിരിക്കുന്ന എന്താണ് ആ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആർട്ടിക്കിൾ മനസ്സിലാക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് സുവോമോട്ടോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ആ ഒരു ബോഡി എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ബോഡിനെ പറ്റിയും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയിൽ ഷുഡ് നോട്ട് ഓഫർ ഡ്യൂ ടു വൺസ് ഇൻഎബിലിറ്റി ടു ഫൈൻഡ് പീപ്പിൾ ടു സ്റ്റാൻഡ് ഷുവർട്ടി, സുപ്രീം കോടതി. ഈ ആർട്ടിക്കിൾസിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ സാധനമാണ് ജാമ്യം നിൽക്കുക എന്നുള്ള പരിപാടി, അല്ലെ? ഇപ്പൊ ജാമ്യം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഏകദേശം 13ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, സോ അദ്ദേഹത്തിന് ബെയിൽ ഒഫൻസുകളാണ്. അപ്പൊ ബെയിൽ ഒഫൻസ് വെച്ച് കഴിഞ്ഞാൽ ഒഫൻസ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് ബെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 13 കേസുകളിലും നമുക്ക് ആര് വേണം ബെയിലിന് വേണ്ടിയിട്ട്? ഒരു ഷ്യൂരിറ്റി വേണം, അല്ലെ? നമ്മുടെ നാട്ടിൽ പറയുന്നത് ജാമ്യം നിൽക്കാൻ ഒരാൾ വേണം. സോ മുന്നേ ഉണ്ടായിരുന്ന കണ്ടീഷൻസിൽ ഓരോ കേസുകളിലും ഓരോ ജാമ്യം നിൽക്കാൻ പുതിയ പുതിയ ആളുകളായിരിക്കും വേണ്ടത്. ബട്ട് സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വെർഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരുപാട് ബെയിലബിൾ ഒഫൻസുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത്തരം ഷുവർട്ടിനും സ്റ്റാൻഡ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ 2 പേരായിക്കോട്ടെ, ഒരു കേസിൽ നിന്ന ആളുകൾക്ക് തന്നെ എല്ലാ കേസുകൾക്കും ജാമ്യത്തിൽ നിൽക്കാം എന്നുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെപ്പറേറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ പോലും അതിന് സെപ്പറേറ്റ് ആളുകൾ വേണമെന്നില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെർഡിക്റ്റ് ആണ്. വെർഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു പ്രൊസീജിയറാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ മിസ് ചെയ്ത് അവിടുന്ന്.
ഓക്കെ, ദെൻ അഗെയിൻ നമ്മുടെ യൂണിഫൈഡ് പെൻഷൻ സ്കീം, അതുപോലെ തന്നെ ഓൾഡ് പെൻഷൻ സ്കീം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്താണ്, ഓൾഡ് പെൻഷൻ സ്കീമാണ്, ന്യൂ പെൻഷൻ സ്കീം, NPS എന്തായിരുന്നു, ഈ 3 പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ശ്രമിക്കുക. ഷുവർ ആയിട്ടും UPSC എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രിലിംസ് ഓർ മെയിൻസ്. ഇതില് ഗവൺമെന്റ് എംപ്ലോയീസ്, ഇപ്പം എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ പഞ്ചാബിലുള്ള കുറച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഓൾഡ് പെൻഷൻ സ്കീം മതി എന്നാണ് പറയുന്നത്. ബിക്കോസ് യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് SOP പുറത്തേക്ക് വന്നിട്ടില്ല. സോ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ മീൻസ് എന്താണ് അതിന്റെ ബെനിഫിറ്റുകൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾഡ് പെൻഷൻ സ്കീം തന്നെ മതി എന്നാണ് ഈ പ്രൊട്ടസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈനിൽ ഇതിനകത്ത് ഒരു കമ്മിറ്റീനെ പറ്റിയും പറയുന്നുണ്ട്. ഓൾഡ് പെൻഷൻ സ്കീം റീസ്റ്റോറേഷൻ സംഘർഷ് കമ്മിറ്റി. ഓൾഡ് പെൻഷൻ സ്കീം പഠിക്കുന്ന സമയത്ത് ആ ഒരു കമ്മിറ്റീനെ പറ്റിയും കൂടി ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾസിൽ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓർത്തിരിക്കുകയാണ്. ഇപ്പൊ ഗുജറാത്തില് ശക്തമായ മഴ പെയ്തു. സോ അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്താണ് ഒരു ഫ്ലഡിങ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വാർണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഈ ഒരു പ്രിപ്പയർനെസിന് വേണ്ടിയിട്ട് NDRF ആൻഡ് SDRF നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതുപോലെ തന്നെ സ്റ്റേറ്റിനാണെങ്കിൽ SDRF ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ DDRF ഉണ്ടായിരിക്കും. NDRF, SDRF, പിന്നീട് DDRF. ഇതാണ് റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് NDRF എന്താണ്, SDRF എന്താണ്, DDRF എന്താണെന്ന കാര്യങ്ങളും അതുപോലെ തന്നെ IMD എന്താണെന്ന കാര്യങ്ങളും മാത്രം നോക്കും. ഓക്കെ, ഈ ആർട്ടിക്കിൾസ് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഒരു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, മോദി ബൈഡൻ ഡിസ്കസ് ഉക്രൈൻ സിറ്റുവേഷൻ ക്രൈസിസ് ഇൻ ബംഗ്ലാദേശ്. റീസെന്റ് ആയിട്ട് മോദി ബൈഡൻ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡിസ്കഷന്റെ അകത്ത് നമ്മുടെ നിലവിലുള്ള ബംഗ്ലാദേശിന്റെ ഇഷ്യൂസും ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റി അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഡിസ്കഷൻ മാത്രമാണല്ലോ, വേറെ മീറ്റിങ്ങുകളോ അഗ്രിമെന്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു മീറ്റിംഗിനകത്ത് ഉക്രൈനിലെ നിലവിലത്തെ സിറ്റുവേഷൻസ്, ഇസ്രായേലിന്റെ നിലവിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരു ചെറിയ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഫ്രണ്ടിൽ അങ്ങനത്തെ ഡിസ്കഷൻ നടന്ന കാര്യങ്ങൾ മാത്രം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററി ഡിഫൈൻസ് ലിറ്ററസി, ഫുൾ ലിറ്ററസി ഇൻ പുഷ് ഫോർ അഡൾട്ട് ലിറ്ററസി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം ഒരു ലിറ്ററേറ്റ് സംസ്ഥാനമാണ് അല്ലേ. അപ്പൊ എന്താണ് ലിറ്ററസി എന്നുള്ളത്? അറൌണ്ട് ഒരു 95% ലിറ്ററസി ഒരു സ്റ്റേറ്റ് നേടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? സോ അത് 100% ലിറ്ററസി നേടിയിരിക്കുന്ന സംസ്ഥാനം എന്നാണ് അറിയപ്പെടാറുള്ളത്, സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് ലിറ്ററസി നിശ്ചയിക്കപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം, ഓക്കെ, NILP പ്രകാരം ഇതൊരു 5 ഇയർ പ്രോഗ്രാം ആണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്, 2022 മുതൽ 27 വരെ. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ 15 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി, ഈ 2 കാര്യങ്ങൾ നോർമൽ നമ്മൾ എഴുതുന്നതിൽ നിന്ന് പുറമെ, ഇപ്പൊ ഓൾറെഡി നമ്മൾ ലിറ്ററസി സ്റ്റേറ്റ് എന്താണ് എഴുതാനും വായിക്കാനും അറിഞ്ഞാലും മാത്രം മതി അല്ലെ. അതിന് പുറമെ ഈ NILP കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു സ്കീം 2022 മുതൽ 27 വരെ നിൽക്കുന്ന ഒരു സ്കീമാണ് ഡിജിറ്റൽ ലിറ്ററസി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിയും കൊടുക്കുക എന്നുള്ളത്. അറിയാം, നമ്മൾ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ടാണ് ഈ പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതില് മറ്റൊരു കാര്യം കൂടി പറയുന്നത് നമുക്ക് ആസ് എ വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ലിറ്ററസി സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് വുമൺ കൗണ്ടർ പാർട്ട് എത്രത്തോളം കുറവാണ്. ഓക്കെ, ഈ ലിറ്ററസി സ്റ്റേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 9.08 crores മെയിൽസിന് ഇല്ലിറ്ററേറ്റ് ആണ്, അതുപോലെ തന്നെ 16.68 crore ഫീമെയിൽസ് ഇല്ലിറ്ററേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇവർക്കുള്ള ആക്സസിബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു ഡയമെൻഷനായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ലിറ്ററസിയിലുള്ള അവരുടെ ആക്സസ് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഡയമെൻഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സിൽ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കേണ്ട ഒരു ആർട്ടിക്കിൾ ആണ് ഫോറിൻ റിബൽസ് പ്ലാൻ ടു യൂസ് മിസോറാം ആസ് ട്രെയിനിങ് ഗ്രൗണ്ട് സസ്പെക്ട് ഏജൻസീസ്. റീസെന്റ് ആയിട്ട് മിസോറാം ചീഫ് മിനിസ്റ്ററിന് ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെന്റ് കുമി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോറാമിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ബോർഡറിംഗ് ആയി നിൽക്കുന്ന ചിറ്റഗോങ് ഹിൽ ട്രാക്സിലുള്ള ലങ്ക്ലായ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്ട്സിൽ എന്ത് വെക്കാം, ഒരു ചെറിയൊരു ആർമി ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചോട്ടെ എന്ന ലെവലിൽ ബംഗ്ലാദേശ് മിസോറാം CM നൽകിയിരിക്കുന്ന ഒരു കത്ത് എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത്. ബട്ട് ആക്ച്വലി അങ്ങനത്തെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് CM പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കത്ത് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശിന്റെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ബംഗ്ലാദേശിലെ പുതിയൊരു
പുതിയൊരു ഗവൺമെന്റ് ഭൂമി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ KNDPയുടെ ഭൂമി നാഷണൽ ആർമിയാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചോടെ ഞങ്ങൾക്ക് ചെറിയൊരു ക്യാമ്പ് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് ഇത് ഇന്റേണൽ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആദ്യങ്ങളാണ് കേട്ടോ. അയ്യാറിലേക്ക് വരാൻ പറ്റില്ല, ബിക്കോസ് ബംഗ്ലാദേശ് കൊടുത്തു എന്ന് പറയുന്നില്ല, CM ലഭിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ലെറ്റർ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ, പ്രഗ്യാൻ റോവർ റിവീൽസ് സൈൻ ഓഫ് മാഗ്മ ഓഷൻ ഓൺ ആങ്ഷൻ മൂൺ. നമുക്ക് ചന്ദ്രയാൻ 3 നമ്മൾക്കുള്ള ഒരു റോവർ ആയിരുന്നു പ്രഗ്യാൻ റോവർ, അല്ലെ? ചന്ദ്രയാനിൽ ഏകദേശം എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചന്ദ്രയാൻ നമുക്ക് കാണാൻ പറ്റാത്ത വിസിബിൾ അല്ലാത്ത സൗത്ത് പോളിലായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രഗ്യാൻ 3 ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്മ കണ്ടന്റുകൾ. ഓക്കെ, അതായത് മൂണിന്റെ ഫോർമേഷൻ ടൈമിൽ നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ തന്നെ മൂൺ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഒരു മാർസ് സൈസർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ബിഗ് സ്പ്ലാറ്റ് എന്ന ലെവലിൽ ഉള്ളൊരു ഒരു ഫിനോമിനയിലൂടെയാണ് മൂണ് ഫോം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം കണ്ടീഷൻസ് മൂൺ ഫോം ആയിരിക്കുന്നത് സെയിം രീതിയിലാണെന്നാണ് റീസെന്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തത്തിൽ പറയുന്നത്. ഇതിൽ മഗ്നീഷ്യത്തിന്റെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾഡ് എർത്ത് മിനറൽസുകളൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രഗ്യാൻ റോവർ ഇനിയൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, അതിന്റെ ഒരു ആയുസ് കഴിയാറായി. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആ പ്രോബ് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഫൈനൽ ഡിസ്കവറി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അവിടെ മാഗ്മയുടെ അംശങ്ങൾ കണ്ടെത്തി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ബിഗ് സ്പ്ലാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി കുറച്ചുകൂടി നമുക്ക് എൻഫോഴ്സ് ചെയ്യപ്പെടാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, സ്പേസ് എക്സ് ടു ടെസ്റ്റ് ന്യൂ ടെക് ഇൻ റിസ്കി പ്രൈവറ്റ് സ്പേസ് വാക്ക്. അപ്പൊ സ്പേസ് എക്സ് നമുക്കറിയാം ആസ്ട്രോനട്സ് ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ട്സുകൾ എന്തായിരിക്കും? വളരെ തിക്ക് ആയിട്ടുള്ള സ്യൂട്ടുകളായിരിക്കും. അപ്പൊ സ്പേസ് എക്സ് ഒരു പ്രൈവറ്റ് ഏജൻസി ആണെന്ന് അറിയാം, എലോൺ മസ്കിന്റെ. ആ സ്പേസ് എക്സ് ഇപ്പം ആസ്ട്രോനട്സിന് ഏകദേശം ഒരു 1400 കിലോമീറ്റർ എബോവ് അവിടെ ആസ്ട്രോനട്സിന് എന്താണ് അവിടെ ഒരു വാക്കിംഗ് സൗകര്യം, ദാറ്റ് മീൻസ് സ്പേസ് വാക്കിംഗ് ഒരു സൗകര്യം ഒരുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അതിന് നൽകിയിരിക്കുന്ന പ്രൊജക്ടിന്റെ പേര് എന്ന് വെച്ചാൽ പൊളാരിസ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ആ ഒരു പ്രൊജക്ട് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ഒരു 1400 കിലോമീറ്റേഴ്സ് ഫാർദസ്റ്റ് ആയിട്ടുള്ള റീജിയനിൽ സ്പേസ് വാക്ക് നടത്താം. അപ്പൊ ഹ്യൂമൻസിന് സ്പേസ് വാക്ക് നടത്താം. അതായത് ഓൾറെഡി ഉള്ള ജയന്റ് ആയിട്ടുള്ള സ്യൂട്ടുകളിന് പകരമായിട്ട് സ്ലിം ആയിട്ടുള്ള സ്യൂട്ടുകൾ. 1972 ശേഷം നാസയുടെ അപ്പോളോ മിഷന് ശേഷം അടുത്ത ഒരു സ്പേസ് വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന മിഷൻ ഇപ്പം സ്പേസ് എക്സ് നടത്താൻ പോകുന്നത് പോളാറിസ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്രിലിംസ് പോയിന്റ് ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് വാൻ അലൻ ബെൽറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ന്യൂസ് അനൗൺസ്മെന്റ് ആണ് വാൻ അലൻ ബെൽറ്റ് എന്താണെന്ന കാര്യങ്ങൾ എല്ലാവരും നോക്കി വിചാരിക്കുന്നത് എന്താണ് വാൻ അലൻ ബെൽറ്റ് എന്നുള്ളത്. ഓക്കെ, വാൻ അലൻ ബെൽറ്റ്, an area where charged particles streaming mainly from the sun can disrupt satellite electronics and affect human health. നമ്മുടെ അയോണോസ്ഫിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ വാൻ അലൻ ബെൽറ്റ് എന്ന് ബേസിക്കലി പറയുന്നത്. അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. വാൻ അലൻ ബെൽറ്റ് ഇപ്പൊ 2-3 തവണയായിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആർട്ടിക്കിൾ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ദ ഹെവി ഷാക്കിൾസ് ഓഫ് ഫിയർ ആൻഡ് വിജിലൻസ്. അപ്പം ഇന്നത്തെ ആർട്ടിക്കിൾസുകളിൽ ഇന്നത്തെ എഡിറ്റോറിയൽസിന്റെ പ്രത്യേകത നമ്മൾ സേഫ് സ്പേസസ് എന്ന പറയുന്ന രീതിയിലാണ് അവർ എഡിറ്റോറിയൽസ് കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹിന്ദുവിൽ വന്നിട്ടുള്ളത്. അതായത് വുമൺ സേഫ്റ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. അപ്പം ഓർത്തിരിക്കുക, കംപ്ലീറ്റ്ലി എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾ ഒരേപോലെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഏകദേശം വുമൺ സേഫ്റ്റി എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിൽ ഫസ്റ്റത്തെ ആർട്ടിക്കിൾ ദ ഹെവി ഷാക്കിൾസ് ഓഫ് ഫിയർ ആൻഡ് വിജിലൻസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വുമൻസ് എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് വുമൻസിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ പോലും അവരെപ്പോഴും വിജിലന്റ് ആയിരിക്കണം. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറയുന്ന പോലെ മോള് സ്വന്തം സൂക്ഷിക്കണം എന്ന് പറയുന്ന പോലെ സെയിം കണ്ടീഷൻസ് ആണ് ഈ ആർട്ടിക്കിൾസിലും പറയുന്നത്. ഓക്കെ, ഇപ്പം എന്തോ ഒരു പ്രൈവറ്റ് സ്പേസിലാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് അവരുടെ തന്നെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒരു ഫ്രീ ആയിട്ട് അവർക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബേസിക്കലി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. വിജിലന്റ് ആയ ലെവലിലുള്ള ഒരു കണ്ടീഷനാണ്. അതാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. പല ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞത് ക്രൈം, ഹെൽത്ത് വർക്കർ സേഫ്റ്റി ആൻഡ് സെൽഫ് എക്സാമിനേഷൻ. ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ വരുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റൽസിലുള്ള ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നൽകുന്നതാണ്. വുമൻസിനുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൊന്നും ജസ്റ്റ് ഫാക്ച്വൽ പോയിന്റുകൾ ഈ ഒരു ആർട്ടിക്കിൾസിലൊക്കെ കുറവാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നതിനാണ്
നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ മെത്തേഡാണ്. പ്രത്യേകമായിട്ട് കമ്മിറ്റീസിനെ പറ്റി പറയുന്നില്ല, പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസിനെ പറ്റി പറയുന്നില്ല. ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ഡീപ്പർ പ്രോബ്ലംസ് എന്താണ്, എന്തൊക്കെയാണ് അവിടുത്തെ ഇഷ്യൂസുകൾ വരുന്നത്, എന്തൊക്കെ ആസ് എ വേ ഫോർവേഡ് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇത് എസ്പെഷ്യലി ഫോക്കസ്, ഈ ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ ആണ് വീണ്ടും വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ഒരുമിച്ച് വായിച്ചു നോക്കാം. റീക്ലെയിമിംഗ് സ്ട്രീറ്റ് ഈസ് നോട്ട് ഇനഫ്. ഇതില് വുമൻസ് സേഫ്റ്റി വർക്കിംഗ് പ്ലേസിൽ മാത്രമല്ല, ഇത് സ്ട്രീറ്റ്സിൽ വുമൻസിന്റെ സേഫ്റ്റി എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓരോ സിറ്റുവേഷനിൽ നോക്കുകയാണ്. ഇത് സ്ട്രീറ്റ്സിൽ എങ്ങനെയായിരിക്കും വുമൻസിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആർട്ടിക്കിൾ, പ്രോപ്പർ പ്രോപ്പ് അലോൺ ക്യാൻ എൻഷുർ ടൈംലി ജസ്റ്റിസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ എത്രത്തോളം ഡീസന്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മെക്കാനിസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമായ ലെവലിൽ ഈ ഒരു ക്രൈം റേറ്റ്സുകൾ കുറക്കാൻ പറ്റുന്നില്ല. ആസ് പെർ NCRB റിപ്പോർട്ടുകൾ പ്രകാരം ക്രൈം റേറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇത്തരം ഈ റേപ്പ് കേസുകളും കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ വൈസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പല രീതിയിലും ഈ ഒരു കാര്യങ്ങൾ എൻഷുർ ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി ഫോക്കസ് ചെയ്തത്. ഓക്കെ, പ്രോപ്പർ പ്രോപ്പ് വ്യക്തമായിട്ട് വേണം. ജസ്റ്റ് ഒരു മെഷീൻസ് അല്ലെങ്കിൽ മെഷീനറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമല്ല. ഫോട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് മാത്രമല്ല, അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻസും അതിന്റെ ഫോളോ അപ്പും വളരെ നിർബന്ധമാണ്. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ക്രക്സ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. വീണ്ടും വരികയാണ് ഓൺ ദ അൺട്രസ്റ്റ് ഇൻ ദ ബലൂചിസ്ഥാൻ റീജിയൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾസിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് ബലൂചിസ്ഥാൻ പ്രൊവിൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ മാപ്പിൽ നിങ്ങൾ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് നോക്കാം. അപ്പൊ ബലൂചിസ്ഥാൻ പ്രൊവിൻസും ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ചൈന റിലേഷൻസിൽ ബലൂചിസ്ഥാന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ബലൂചിസ്ഥാൻ മുന്നേ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം പാകിസ്ഥാന് വിട്ടുകൊടുത്തിരിക്കുന്ന ഏരിയ ബലൂചിസ്ഥാൻ. ഇപ്പൊ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഹയർ റിച്ച് മിനറൽസ് ഉള്ള ഒരു ഏരിയയാണ്. ഗോൾഡ്, കോപ്പർ, അലൂമിനിയം തുടങ്ങിയിരിക്കുന്ന റിച്ച് മിനറൽസ് അടങ്ങിയിരിക്കുന്ന ഏരിയയാണ്. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത്രത്തോളം മിനറൽസ് ഉണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു അൺട്രസ്റ്റ്, അവിടെ മിലിറ്ററി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം നടന്നിരിക്കുന്ന അൺട്രസ്റ്റുകൾ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എസെൻഷ്യൽ ഫുഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ്, മെഡിസിൻസ്, പെട്രോൾ അതിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ സൈഡിലായിരുന്നു ബലോചിസ്ഥാൻ. എങ്ങനെ? ഗിൽഗിത് ബൽജിസ്ഥാൻ അതിന്റെ ലെഫ്റ്റ് സൈഡ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ബലോചിസ്ഥാൻ പ്രൊവിൻസ്. ജമ്മു ആൻഡ് കാശ്മീർ, ബലോചിസ്ഥാൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് സിന്ധ് പോകുന്ന സ്ഥലം. അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, സ്റ്റേറ്റിന്റെ പേരെന്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ ഒരു ഏരിയയിലാണ് ബലോചിസ്ഥാൻ വരുന്നത്. നമ്മൾ ഗിൽഗിത് ബൽജിസ്ഥാന് ശേഷം ഖൈബർ പാസ് അല്ല, ഖൈബർ ജസ്റ്റ് പാസ് മാത്രമല്ല. എങ്ങനെ മനസ്സിലായില്ല? ഓക്കെ, ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് റെക്കോർഡിംഗ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. റെക്കോർഡിങ്ങിനകത്ത് നമുക്ക് അധികം ടൈം പോകേണ്ടത് കരുതിയിട്ടാണ്. അപ്പൊ നിലവിൽ നടക്കുന്ന അവിടുത്തെ ഇഷ്യൂസുകൾ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഇത്തരം അൺട്രസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ചൈനയുടെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ. ഇപ്പൊ ബലൂചിസ്ഥാനിൽ ഇപ്പൊ പാകിസ്ഥാൻ ഇഷ്യൂസുകൾ വന്ന സമയത്ത് ഇവിടെ ആദ്യം നോക്കേണ്ടത് പാകിസ്ഥാന്റെ ഏകദേശം ഒരു 4% GDP കോൺട്രിബ്യൂട്ടേഴ്സ് ബലൂചിസ്ഥാൻ പ്രൊവിൻസ് ആണ്. ഓക്കെ, അപ്പം അത്രത്തോളം GDP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനറൽസ് ഉണ്ടെങ്കിൽ പോലും അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അവിടുത്തെ സാധാരണ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ബെനിഫിഷ്യൽ ആയി മാറുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ എസ്പെഷ്യലി വന്നിട്ടുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്രൊവിൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ഗദ്ദാർ പോർട്ടിന്റെ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായിട്ടുള്ള കണക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളുള്ളത് കൊണ്ടും ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ള ആളുകൾക്ക് ഒരു അൺട്രസ്റ്റ് കണ്ടീഷൻസിലാണ്. അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ബലൂചിസ്ഥാന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി നോക്കാൻ ശ്രമിക്കും കേട്ടോ.
നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ദ വർക്കിംഗ് ബിഹൈൻഡ് സം സിമ്പിൾ മെഡിക്കൽ ടൂൾസ് വൺ സീസ് ഇൻ ഡോക്ടർ ഓഫീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമായിരിക്കാം. നമ്മൾ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനൊക്കെ പോകുന്ന സമയത്ത് സ്റ്റെതസ്കോപ്പ് കാണാൻ പറ്റും, തെർമോമീറ്റർ കാണാൻ പറ്റും, സ്പിക്മോ മാനോമീറ്റർ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറയാണ്. വർക്കിംഗ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ. UPSC എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കട്ടെ. നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ, കർണാടകയിലുള്ള ജോബ്ലെസ് യൂത്തിന് ഒരു ഫണ്ടിങ് അറേഞ്ച്മെന്റ്സ് നൽകുകയാണ് കർണാടക ഗവൺമെന്റ്. അതായത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്, ജോബ്ലെസ് ആയിട്ടുള്ള യൂത്തിന് 3000 rupees പെർ മന്തും, ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് 1500 പെർ മന്തും കർണാടക അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്സ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു പൈസ മതിയാവില്ല, അത് വളരെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, ഇന്റർവ്യൂവിന് പോകാൻ ആവശ്യമായിട്ടുള്ള പെട്രോൾ കാശെങ്കിലും ലഭിക്കുമല്ലോ എന്ന രീതിയിൽ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചോ കേട്ടോ. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇത് എന്തിനാ ഈ ആർട്ടിക്കിൾസ് ഒക്കെ എന്തിനാണ് നമ്മൾ ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള യൂത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻസിന്റെ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ റീസെന്റ് ഇനീഷ്യേറ്റീവ്സ്, ഇൻസെന്റീവ് സ്കീംസ് എന്ന രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടലി വായിക്കേണ്ട, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വലിയൊരു ആർട്ടിക്കിൾ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഏത് ആർട്ടിക്കിൾസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ബ്ലൈൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വീണ്ടും ഒരു ആർട്ടിക്കിൾ, ജപ്പാൻ സ്ക്രാമ്പിൾസ് ജെറ്റ്സ് ആഫ്റ്റർ ചൈനീസ് എയർക്രാഫ്റ്റ് വയലേറ്റ്സ് ഇറ്റ്സ് എയർസ്പേസ്. ദാറ്റ് മീൻസ് ചൈനയുടെ അഗ്രസീവ് പോളിസി അറിയാം. നമുക്ക് സൗത്ത് ചൈന സീയിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം അറിയാം. അതുപോലെ തന്നെ ഇനി എയർ സ്പേസിലേക്ക് നോക്കുന്ന സമയത്ത് ചൈനയുടെ സർവൈലൻസ് B9 എയർ സ്പേസുകൾ, ദാറ്റ് മീൻസ് എയർക്രാഫ്റ്റുകൾ, സർവൈലൻസ് എയർക്രാഫ്റ്റുകൾ സിംഗപ്പൂരിലും ജപ്പാൻ എയർ സ്പേസിലേക്ക് വന്ന സമയത്ത് ജപ്പാൻ എന്ത് ചെയ്തു? ജപ്പാൻ ഡിഫൻസ് മിനിസ്റ്ററി 2 എക്സ്ട്രാ ഫൈറ്റർ ജെറ്റുകളെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ എയർ സ്പേസിലേക്കാണ് വരുന്നത്. നമ്മൾ ഫൈറ്റർ മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടി. ഇവിടെ എന്താണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസീസ്, ചൈന ഏതൊക്കെ രീതിയിലാണ് ഒരു അഗ്രസീവ്നെസ് എക്സേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് അറിയാൻ നോക്കുന്നത് കേട്ടോ. വീണ്ടും ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ ന്യൂസ് അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ INS മുംബൈ അല്ലെ, INS മുംബൈ കൊളംബോ പോർട്ടിലേക്ക് ശ്രീലങ്കയിലേക്ക് അടുക്കുന്നുള്ള കാര്യങ്ങൾ. അറ്റ് ദ സെയിം ടൈം ചൈനീസിന്റെ 2 വാർഷിപ്പുകൾ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ വാർഷിപ്പും ചൈനയുടെ വാർഷിപ്പുകളൊക്കെ കൂടി കൊളംബോ പോർട്ടിലേക്ക് ശ്രീലങ്ക ഇതിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സ്ട്രാറ്റജിക് ഡിഫൻസ് കാപ്പബിലിറ്റി കാണിക്കേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഈ ഒരു പോയിന്റിൽ നിങ്ങൾ INS മുംബൈ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ INS മുംബൈനെ പറ്റിയിട്ട് നോക്കാൻ സാധിക്കും. INS മുംബൈ ഇൻഡീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണോ, ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പോയിന്റുകൾ UPSC പിക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂസിൽ വരുന്ന സമയത്തായിരിക്കും. INS മുംബൈ ഒന്ന് ഓർത്തിരുന്നോളൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഏതോ ഒരു ആർട്ടിക്കിൾ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ്, ഓക്കെ, ദ അൺഎൻഡിങ് വാർ ഒരു ആർട്ടിക്കിൾ മിസ്സായത്. ഇത് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ തന്നെയാട്ടോ. ഹിസ്ബുള്ള റീസെന്റ് ആയി നടന്നിരിക്കുന്ന അറ്റാക്കും ഹമാസിന്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പം ഇത് ഒന്ന് ഓർത്തിരിക്കട്ടെ, ഇതൊരു അപ്ഡേഷൻ ആണ്. നിലവിൽ നമ്മൾ ഈ ഒരു മീഡിയേഷൻ ടോക്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ വാർ ഒരു രീതിയിലും അവസാനിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റീസെന്റ് ആയിട്ടുള്ള റിറ്റാലിയേറ്ററി അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പൊ ഇവൻതോ ഒരു മീഡിയേഷൻ ടോക്ക് അവിടെ നടന്നു, എന്നിട്ടും ഇവര് ഈ ഒരു വാർ എൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഹിസ്ബുള്ള നിർത്താൻ പോകുന്നില്ല. ഹിസ്ബുള്ള അറ്റാക്കിനനുസരിച്ചിട്ട് റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അവിടുന്ന് മിസൈൽസുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്ഡേഷൻ മാത്രമാണ്. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. എക്സ്ട്രാ
കൂടുതലൊന്നുമില്ല. ഈ ഒരു ആർട്ടിക്കിൾസ് എന്തൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ നമ്മൾ ചില ആർട്ടിക്കിൾസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അത് മാത്രം മതി. നിങ്ങൾ എഡിറ്റോറിയൽസിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ താങ്ക് യു. ഇന്ന് മറ്റ് ക്ലാസ്സുകളൊന്നുമില്ല. ഇന്ന് മെന്റർഷിപ്പ് ഡേ ആയിരിക്കും. നിങ്ങൾക്ക് ആഷിഫ് സാർ വന്ന് ബാക്കി മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്.